എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ജോമിൻ്റെ ഫാക്ടറിയിൽ ഒരു തൊഴിലാളി ഒളിച്ചു നിന്ന് സിഗരറ്റ് വലിക്കുന്നതാണ്. ഇത് നമ്മുടെ യോയാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. നിങ്ങളെന്താണ് ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നതെന്ന് വയ്ക്കുമ്പോഴേക്കും അയ്യോ ജോമിനോട് പറയല്ലേ, എനിക്ക് സ്ട്രെസ്സൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനെന്തിനാണ് അത് ജോമിനോട് പറയണേന്ന് വയ്ക്കുമ്പോഴേക്കും അയാൾ പറയാണ് ജോമിന് ഇവിടെ ആരും സിഗരറ്റ് വലിക്കാനേ ഇഷ്ടമല്ല, ഇവിടെ ഈ ഗ്രാമത്തെ നിരോധിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ ജോമാണെങ്കിൽ യോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു പിസ്സ എല്ലാം മേടിച്ചിട്ടാണ് അന്ന് രാത്രി വീട്ടിലേക്ക് വരുന്നത്. അവൻ വീട്ടിലേക്ക് വന്ന് നമ്മുടെ യോയെ നോക്കുന്നുണ്ട്. പക്ഷേ യോയാണെങ്കിൽ അവിടെയൊന്നും ഉണ്ടാവില്ല. പുറത്ത് നോക്കുമ്പോഴേക്കും യോ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അതും ഒരു കൈയിലല്ല, രണ്ട് കൈകൾ ഉപയോഗിച്ചാണ് അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജോമിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. എന്തെടുക്കാണ് ജോം, എന്താ അവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ട് വരാനായിട്ട് യോ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് ചെയ്യാണെന്ന് നോക്കുമ്പോൾ സിഗരറ്റ് വലിക്കുകയാണ്, നിനക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ, എന്നാ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതും കൂടി ആവുമ്പോഴേക്കും ജോമിന് തൻ്റെ പണ്ടത്തെ കാര്യത്തെ, അതായത് ഇവൻ്റെ ചൈൽഡ്ഹുഡിൽ നടന്ന ട്രോമയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരാണ്. ഇവൻ പണ്ട് ആയ അവനെ നോക്കാൻ വന്നതിന് ശേഷവും നല്ല രീതിക്കൊന്നും അവനെ ടേക്ക് കെയർ ചെയ്തില്ല. അവൻ്റെ മേത്തേക്ക് സിഗരറ്റ് കൊണ്ട് കുത്തുകയൊക്കെ ചെയ്തു. ഈ കാര്യമെല്ലാമാണ് കുഞ്ഞു ജോമിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അതെല്ലാം ആലോചിച്ച് ജോമ് അവിടെ തലറങ്ങി വീഴാണ്. മുത്തശ്ശി പുറത്തെന്താ ഒച്ച കേട്ട പോലെ നോക്കുമ്പോഴേക്കും ജോമ് വീലെടുക്കുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് വെക്കുന്നുണ്ട് എന്താണ് പറ്റിയെന്ന്. അവൻ തലറങ്ങി വീഴുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയി അവനെ കിടത്തുവാണ്. അപ്പോഴും നമ്മുടെ ജോമിന് ബോധമൊന്നും വന്നിട്ടില്ല. യോയോട് മുത്തശ്ശി പണ്ട് നടന്ന അവൻ്റെ ഈ ട്രോമേനെ പറ്റിയെല്ലാം വിശദമായിട്ട് പറയാണ്. എന്നിട്ട് നമ്മുടെ ജോമിൻ്റെ അച്ഛനും അമ്മയും ഈ കാര്യം അറിഞ്ഞു. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ടീച്ചർ ഇവൻ്റെ മുഖത്തൊരു വാട്ടം കണ്ടു നോക്കുമ്പോഴേക്കും ഇവനോട് കാര്യം ചോദിക്കുമ്പോൾ ഇവൻ കാര്യങ്ങളെല്ലാം പറയും. അതോടെ ആ വായനെ പിരിച്ചു വിട്ടു എന്നൊക്കെയാണ് നമ്മുടെ മുത്തശ്ശി പറയുന്നത്. നമ്മുടെ ജോമിൻ്റെ അടുത്ത് ഞാൻ തന്നെ കൂട്ടിയിരുന്നോളാം, ഇതിനൊക്കെ കാരണം ഞാനാണ്, ഞാൻ സിഗരറ്റ് വലിച്ചു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മുത്തശ്ശിക്ക് ഉറപ്പും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജോമിൻ്റെ അടുത്ത് രാത്രി ഫുള്ള് ഇരിക്കുന്നത് യോയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ യോ നേരത്തെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ജോമിനെ തന്നെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ യോ ഉറങ്ങുന്ന പോലെ നടിച്ച് അവിടെ കിടക്കാണ്. ജോം എണീക്കുന്നുണ്ട്. ജോം എണീറ്റിട്ട് ഇവനെന്താണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. യോയെ വിളിച്ചെണീപ്പിക്കുമ്പോഴേക്കും ആദ്യമായിട്ട് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന പോലെ അഭിനയിക്കണേണ്. എന്താ നീ ഇവിടെ ഇരിക്കണേന്ന് നോക്കുമ്പോഴേക്കും എന്നാലും നീ ഫെയിൻ ചെയ്ത് വീണായിരുന്നു, അതുകൊണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ടാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എടാ മിസ് നിന്നെ അന്വേഷിച്ചായിരുന്നു, നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് വയ്ക്കുമ്പോഴേക്കും വേറൊന്നല്ല, നീ അബ്രോഡ് പോയി അവൾ വിശ്വസിക്കാത്തപ്പോൾ നിന്റെ യൂണിഫോമിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ നമ്മുടെ ജോയിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് യോയോട് മിണ്ടാൻ വരുന്ന ആ കൂട്ടുകാരൻ, അവൻ വന്നിട്ട് സംസാരിക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ, പിന്നെ ആ ഗാങ്സ്റ്ററിൻ്റെ ഷോപ്പ് അടച്ചു പൂട്ടി എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങോട്ട് ആ പെൺകുട്ടിയും വരുന്നുണ്ട്. അവളെ കണ്ട ഉടൻ തന്നെ നമ്മുടെ ജോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. ഇത് യോയെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അവൾ പോയിട്ടും ജോ അവനെ നോക്കിയിട്ട് ടാറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന യോ ചോദിക്കുന്നുണ്ട് നിനക്ക് അവള് ശരിക്കും ഇഷ്ടമാണെങ്കിൽ എന്തിനാണെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടെടുക്കുന്നത്, നീ പോയി പറയ്, എനിക്കറിയാം നിനക്ക് ഇഷ്ടമാണെന്ന്. പക്ഷെ ജോ പറയുന്നത് വേറൊന്നല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട, നീ പറഞ്ഞു നോക്ക്, പറഞ്ഞാലല്ലേ അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലോന്നറിയാൻ പറ്റത്തുള്ളൂ, നീ ഒന്ന് പറയാനും കൂടി അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ സ്കൂളിലെ ഏറ്റവും പോപ്പുലർ പെണ്ണ് വന്ന് യോയിനെ വിളിക്കാണ്. അവനോട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ യോ പറയുന്നത് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന്, ഞാൻ സുന്ദരിയല്ലേ എന്ന് വയ്ക്കുമ്പോഴേക്കും നീ സുന്ദരിയാണ്, ക്യൂട്ടാണ്, പക്ഷെ അന്ന് വെച്ച് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടണമെന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാണ്. പക്ഷെ യോയിനെയും വിളിച്ചോണ്ട് ആ കുട്ടി ഒരു
ബാസ്കറ്റ് ബോൾ ടെന്റിലേക്കാണ് പോകുന്നത്. ഇതെല്ലാം പുറത്തു നിന്ന് ഇവനെ ശല്യപ്പെടുത്തുന്ന ആ ഗ്രൂപ്പിലൊരു പയ്യനും കാണുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി നമ്മുടെ യോയെ ഫോഴ്സ് ചെയ്യാണ്, നീ തന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കണം, നീ അതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. യോ ആണെങ്കിൽ തൻ്റെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ അവിടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് ഫോണിൽ കളിക്കാണ്. പക്ഷെ എന്തുകൊണ്ടോ അവന് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പറ്റാതെ അവിടെ തന്നെ നിൽക്കാണ്. അങ്ങോട്ട് ആ ഭംഗിയുള്ള പെൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു, എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ഈവനിങ് ആവുമ്പോഴേക്കും ആ പെൺകുട്ടി പറയുന്നുണ്ട്, നീ വീട്ടിൽ പോകുന്നില്ലേന്ന്. ഇല്ല, എന്നെ യോ കാണാനായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. യോയാണെങ്കിൽ അവരെ മുമ്പിൽ കൂടി യാതൊരു റിയാക്ഷനും ഇല്ലാതെ നടന്നു പോകാണ്. അങ്ങനെ ഗേറ്റിന്റെ സ്ഥലത്ത് ജോയും യോയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ആ പെൺകുട്ടി വന്നിട്ട് ചോദിക്കും, നീ മറ്റേവളുടെ ഒപ്പം പോയില്ലേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആരപ്പോൾ ഇവിടെ പോകാനാണ്, ഞാൻ വീട്ടിൽ പോവാന്ന് പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയതായിരിക്കും, ഇത് കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കില്ല എന്നും അവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ അവര് അവിടെ വർത്താനം പറഞ്ഞു നിൽക്കുന്നുണ്ട്. യോ പറയുന്നുണ്ട് ജോയിനോട്, നിന്റെ ഇഷ്ടം നീ എന്തായാലും പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് അവനടുത്ത് വീട്ടിൽ പോവാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു ബെഞ്ചിൽ വന്നിരിക്കുന്നുണ്ട്. ജോയ്ക്കാണെങ്കിൽ അവന്റെ ഇഷ്ടം പറയാനായിട്ട് തുടങ്ങാൻ പോകുമ്പോൾ തന്നെ ആ പെൺകുട്ടി, അതായത് വൃത്തിയായിട്ടുള്ള പെൺകുട്ടി ലൈവിൽ വരുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ലൈവ് കാണാണ്. ലൈവിലാണെങ്കിൽ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം കാണിക്കാനാണ്, എന്നിഷ്ടമെന്ന് പറഞ്ഞത് ചെക്കൻ വന്നു മോനെ കാണിച്ചു തരാന്നല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവര് ആകാംക്ഷയോടെ തന്നെ അവിടെ ഇരിക്കാണ്. ആ ചെക്കൻ എൻ്റെ പുറകെ കുറെ നാൾ നടന്നായിരുന്നു. അവസാനം ഞാനും വില്ലിങ് ആയി എന്നൊക്കെ ഹൈപ്പിട്ട് പറഞ്ഞവളെ തിരിയുമ്പോൾ യോവിന്റെ സ്ഥാനത്ത് ആ വില്ലൻ ഗ്യാങ്ങിലെ ഒരു ചെക്കനാണ് വന്നിരിക്കുന്നത്. അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. ഞാൻ വന്നത് നിന്നോട് ഒരു കാര്യം പറയാനാ, നിനക്ക് നാണില്ല ഒരാളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാനും ഇഷ്ടം പിടിച്ചു വാങ്ങാനും. അവന് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നീ എന്തിനാണ് അവനിങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പണിയല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അവൻ്റെ കരണത്ത് ഒരു അടി കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവളുടെ ഫോണിലെ ലൈവ് അവള് ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ ആ ഫോൺ എടുക്കുമ്പോൾ തന്നെ അതിൽ കമന്റ് എല്ലാം കാണുന്നു. ഇവൾ എത്ര ദുഷ്ടിയായ പെൺകുട്ടിയാണോ, ഇവൾക്ക് എങ്ങനെ ഒരാളിങ്ങനെ തല്ലാൻ പറ്റുന്നു എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പിള്ളേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു കാറ് അവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ പിള്ളേര് പറയുന്നുണ്ട്, എന്തൊരു അടിപൊളി കാറാണ്, ഈ കാറ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന്. യോയും അത് നോക്കുമ്പോഴേക്കും അത് ജസ്സിന്റെ കാറാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ ജോമിനെ വിളിക്കുകയാണ്. ജോമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവരെന്നെ കണ്ടുപിടിച്ചു, അവരിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ജോം പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ വീടെത്താൻ നോക്കുമെന്ന്. വീടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കാറ് അത്രയും അടുത്തെത്തിയെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവര് പേടിക്കുന്നുണ്ട്, എന്താണ് വണ്ടി ഇത്ര സ്പീഡിൽ പോകുന്നതെന്നല്ല. പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ നിർത്താണ്, കാരണം ഇവർ ഓവർടേക്ക് ചെയ്തിട്ട് ജെഫ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ യോയാണെങ്കിൽ അവൻ്റെ ഫോണ് ഓണാക്കി വെച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതെല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്ന് ജോമ കേൾക്കുന്നുണ്ട്. അവനോട് തൻ്റെ ഒപ്പം വരാനായിട്ട് പറയുന്നുണ്ട്, ജോമ കേൾക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മുടെ യോയിനെയും കൊണ്ട് ജെഫും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടി ഒരു കാട്ടിയിട്ടാണ് പോകുന്നത്. കാടെന്ന് വെച്ചാൽ ആനകൾ എത്തിപ്പെടാത്തൊരു കാടാണ്. അവിടെ ചെന്നിട്ട് യോനോട് പറയുന്നത്, നീ എന്നെ ഇത്ര മോശമായിട്ടൊക്കെ തല്ലി നാണം കെടുത്തി, അതുകൊണ്ട് തന്നെ നീ എന്നോട് മാപ്പ് പറയണം. അത് ഞാൻ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാത്തിലും ഇടുമെന്നാണ് പറയുന്നത്. നമ്മുടെ യോ ആണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അതിനെല്ലാം സമ്മതിക്കുന്നുണ്ട്. അവനെങ്ങനെ കാലിൽ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടും ജെഫിന് അവനെ വിടാനായിട്ട് യാതൊരു ഉദ്ദേശമില്ല. ജെഫ് വെറുതെ നമ്മുടെ യോയെ പിടിച്ച് അടിക്കുകയാണ്. അതും അവർ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇതും കൂടി ആയപ്പോൾ യോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതിനും അധികമായിരുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് ജോ കയറി വരുന്നത്. അവൻ വന്നിട്ട് പറയുന്നുണ്ട്,
പെട്ടെന്ന് തന്നെ ആ കുട്ടീനെ വിട്ടോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഗണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിലുള്ള ഗണ്ണെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജോമിൻ്റെയൊക്കെ അങ്കിൾ അങ്ങോട്ട് കയറി വരുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലും ഗണ്ണൊക്കെ ഉണ്ട്, നിൻ്റെ ഫോൺ ആദ്യം ചെക്ക് ചെയ്യുക, നിൻ്റെ അച്ഛനിപ്പോൾ വിളിക്കുമെന്ന്. പെട്ടെന്ന് അവൻ ആ ഫോണിട്ട് നോക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് വിളിക്കുന്നത്. അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അവിടെ നിന്ന് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തിരിച്ച് വരാൻ പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ജോഫ് അവിടുന്ന് കൂട്ടുകാരുമായിട്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജോമാണെങ്കിൽ യോയിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട്, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്, നീ ഒത്തിരി ഹേർട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നാണ് പറയുന്നത്. എന്നാൽ ശരി, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ യോയെയും കൂട്ടി വീട്ടിലേക്കാണ് ജോമ് പോകുന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്, നീ ഓക്കെ ആണോ, ടെൻഷനൊന്നും അടിക്കണ്ട, കൃത്യസമയത്ത് തന്നെ ജോം എത്തിയില്ലേ, ഒന്നും പേടിക്കാതെ കൂളായിട്ടിരിക്കാനായിട്ട് ഓക്കെ എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയാണെങ്കിൽ നമ്മുടെ യോയ്ക്ക് മരുന്നൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോം അങ്ങോട്ട് വരാണ്. അപ്പോഴേക്ക് നമ്മുടെ യോ പറയുന്നുണ്ട്, നീ ഇന്ന് ചെയ്ത പോലെ ഒന്നും ചെയ്യരുത്. അങ്ങനെ തോക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി നിന്നപ്പോൾ എനിക്ക് എന്തോരം പേടിയായിരുന്നു. നാളെ നിന്നൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാമെന്ന് ജോബ് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവർ രണ്ടുപേരും കൂടി വരുന്നത് ഒരു താമരത്തോട്ടത്തിലാണ്. എനിക്ക് മനസ്സ് ഇങ്ങനെ ശാന്തമല്ലാത്ത സമയത്തെല്ലാം ഞാനിവിടെ വരാറുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് ജോബ് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ നിന്നാ നല്ല ഡ്രസ്സാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് താമരപ്പൂക്കളും മുട്ടുകളും എല്ലാം പറിച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ കാണിക്കുന്നത് പുതിയൊരു ക്യാരക്ടറാണ്. ഇവളുടെ പേര് മിനി എന്നാണ്. ഇവള് നമ്മുടെ ജോമിൻ്റെ ഫ്രണ്ടാണ്. ഇവള് അയർലാൻഡിൽ നിന്ന് നാട്ടിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ജോമിൻ്റെ മറ്റു ഫ്രണ്ടിലെ ആ കുട്ടി അവളും അവിടെ ഉണ്ടാവും. ആദ്യം ഈ അയർലാൻഡിൽ നിന്ന് വന്ന മിനി വന്നിട്ട് ഒരു ചിക്കൻ പപ്സും ഒരു കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്, മറ്റവളും ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ഇവർ വിചാരിക്കും എൻ്റെ ഫുഡ് നീയും നിൻ്റെ ഫുഡ് ഞാനും എടുത്തേന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വഴക്കുണ്ടാക്കാണ്. എൻ്റെ ഫുഡാണ് നീ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്ക് നാടിൻ്റെ മറ്റുള്ളവരുടെ ഫുഡൊക്കെ കഴിക്കാമെന്ന് ചോദിച്ചാണ് തല്ലുപിടിക്കുന്നത്. തല്ലുപിടുത്തത്തിൻ്റെ അടുക്ക് കടക്കാരി കയറിയിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും ഒരു സാധനം തന്നെയാണ് ഓർഡർ ചെയ്തത്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ മറന്നുപോയതാണെന്നും പറഞ്ഞിട്ടും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരവിടെ നിന്ന് തന്നെ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന മിനിയാണെങ്കിൽ അവളെ നോക്കി ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് ആ വഴി വരും. അത് കണ്ടിട്ട് അവളെ പിടിച്ച് മാറ്റാണ്. പെട്ടെന്ന് തന്നെ അവർ ക്ലോസ് ആയിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഈ സീരീസിലെ കപ്പിൾസ് ഇവർ തന്നെയാണെന്ന്. അവരങ്ങനെ നോക്കിക്കുന്ന സമയത്ത് നമ്മുടെ പെൺകുട്ടിയാണെങ്കിൽ ബലൂൺസിൻ്റെ എല്ലാം കെട്ടഴിച്ച് വിടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അതിനൊക്കെ ക്യാഷ് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് കുസൃതി കാട്ടിയിട്ട് അവൾ അവിടുന്ന് ഓടിപ്പോകാണ്. അതിൻ്റെ ഓണേഴ്സ് എല്ലാം പറയുന്നുണ്ട്, ഇതിൻ്റെ പൈസ ഫുള്ള് നിന്നിട്ടാണ് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന്. ഞാനല്ല ആ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പിള്ളേർ താമരപ്പൂക്കളെല്ലാം വരച്ചിട്ട് തിരിച്ചു വന്ന വഴിയായിരിക്കും നമ്മുടെ ജോമിൻ്റെ ഫോണിൽ മൈ ഡിയർ മിന്നെന്ന് എഴുതിയേക്കണ കാണും. മിന്നിൻ്റെ ഫോൺ വരുമ്പോൾ ഇതാരാണ്, എൻ്റെ ഗേൾ ഫ്രണ്ടാണോ എന്ന് വയ്ക്കുന്നുണ്ട്. നീ ആദ്യം പോയി ആ പൂ വെച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജോമാണെങ്കിൽ ആ കോളെടുത്ത് സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവളിങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണമെന്ന്. അങ്ങനെ പൂ വെച്ചിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ യോയ്ക്കാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ടുള്ള കാര്യം എന്താണ് എന്നോട് പറയാമെന്ന്. അവളെൻ്റെ ഗേൾ ഫ്രണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അപ്പം മൈ ഡിയർ എന്നൊക്കെ ഇട്ടേക്കണത് ഡാർലിംഗ് എന്നൊക്കെ ഇട്ടേക്കണത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതെല്ലാം അവൾ തന്നെ ആണ് ഇതിൽ സേവ് ചെയ്തേക്കണേന്നാണ്. അങ്ങനെ വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ ഓർഡർ അവിടെ തന്നെ ഉണ്ടാവും. അവൾ വന്ന് നമ്മുടെ ജോമിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് യോയും ദൂരെ തന്നെ മാറി നിൽക്കുന്നുണ്ട്. യോയിനെ കണ്ടത് അവൾ ചോദിക്കുന്നുണ്ട്, ഇതാണ് നീ പറയാറുള്ള ആ ചെക്കെന്ന്. നമ്മുടെ യോ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിനെപ്പറ്റി പറയാറെന്ന്. വേറൊന്നുമില്ല എന്ന് പറയുന്നിട്ട് അവൻ കയറിപ്പോവാണ്. നമ്മുടെ പെൺകുട്ടി ചോദിക്കുകയാണ്, നിനക്ക് ഇവനൊന്ന് ട്രൈ ചെയ്തൂടെ, ഇവൻ ഹാൻഡ്സോ അല്ലേ നോക്കുമ്പോൾ ഇവൻ ഗേ അല്ല, ഇവൻ സ്ട്രൈറ്റ് ആണ്, ഇവൻ ഓൾറെഡി ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അവരവനെ പറ്റി പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി റൂമിട്ട് വരുന്നുണ്ട്. നമ്മുടെ ജോമിൻ്റെ റൂമാണ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജോമ് യോയിൻ്റെ റൂമിൽ കിടന്നോളാന്നൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം യോ പുറത്ത് നിന്ന് ഒളിഞ്ഞു വയ്ക്കുന്നുണ്ട്. അവർ ഇറങ്ങാറായെന്ന് മനസ്സിലായതും അവൻ
പയ്യെ പയ്യെ ശബ്ദം ഉണ്ടാക്കാതെ അവൻ്റെ റൂമിട്ടാണ് പോകുന്നത്. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കപ്പിൾസിനെ പോലെ തന്നെയായിരുന്നു ബിഹേവ് ചെയ്യുന്നത്. ഇത് കാണുന്ന ചോദിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആണോ കപ്പിൾസ് ആണോ എന്ന്. ഇവൻ്റെ ഈ ചോദ്യം കേട്ടതും എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവർ കപ്പിൾസ് ഒന്നല്ല, ഇവർ കോളേജ് നാൾ തൊട്ട് ഫ്രണ്ട്സാണ്. ഇവർ ഒരുമിച്ചൊക്കെ കിടക്കും, പക്ഷെ അതിന് വേറൊരു അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാം, അതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ചിരിക്കാണ്. അങ്ങനെ രാത്രിയാവുന്നുണ്ട്. നമ്മുടെ യോയാണെങ്കിൽ ആദ്യമേ വന്ന് കിടക്കുന്നുണ്ട്. ജോമു പുറകെ വരുമ്പോൾ തന്നെ അവൻ ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ് അഭിനയിക്കുന്നത്. ജോമിന് ഇത് മനസ്സിലായിട്ട് നമ്മുടെ യോവിൻ്റെ കൈ പൊക്കി വെക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ശരിക്കും ഉറക്കത്തിലാണെങ്കിൽ കൈ താഴത്തേക്ക് വീഴില്ലെന്ന്. അതേപോലെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ യോ പറയുന്നുണ്ട്, ഞാനെന്താ കുഞ്ഞുകുട്ടിയാണോ എന്നെ ഇങ്ങനെ കളിപ്പിക്കാന്ന്? നീ അങ്ങോട്ട് നീങ്ങിക്കിടക്ക്, ഞാനിന്ന് ഇവിടെ കിടക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ, നീ അങ്ങോട്ട് മാറാൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സംസാരത്തിന് ശേഷം രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങിയിട്ടും യോയിന് ഉറക്കം വരുന്നില്ല. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ഫീലിങ്സ് ഒക്കെ വരുന്നത്. പെട്ടെന്ന് തന്നെ ജോമ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എന്ത് ഇത്ര ക്ലോസ് ആയിട്ട് വന്നേന്ന് നോക്കുമ്പോൾ, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, നീ എൻ്റെ അടുത്തുനിന്ന് ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കിസ് ചെയ്യാണ്. അങ്ങനെ അവരൊരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് ഏർപ്പെടുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.